നമ്മുടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബഡ്ജറ്റൊക്കെ ഒന്നും കൂടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റി. നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് കൊടുത്താലും ഇടയ്ക്കൊന്ന് വിളിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇടയ്ക്കൊന്ന് കറണ്ട് പോയാൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടോ എന്ന് വരെ നമ്മൾ അന്വേഷിക്കണം. പ്രോഗ്രാമിൻ്റെ തീമും നെയിം ബോർഡും ഒക്കെ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണ്. പ്രോഗ്രാമിന് ഒരു 1 വീക്ക് മുന്നെങ്കിലും നമ്മളൊന്ന് ഫ്രീ ആവണം. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് എനിക്കിത് പണി കിട്ടി. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇപ്പോൾ വീട്ടിലെ ഫുഡും കഴിച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. അവസാന നിമിഷത്തേക്ക് ഓരോ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനും ടൈം കിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ ബ്രൈഡും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയയാണ് കോസ്റ്റ്യൂം. ഒരു ഹെവി കോസ്റ്റ്യൂം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കല്യാണം ഒന്നേ ഉള്ളൂ, അത് അടിപൊളിയാക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോസ്റ്റ്യൂം, അതാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഏത് ഡ്രസ്സിലാണോ, ഏത് കളറിലാണോ, ഏത് ഹെയർ സ്റ്റൈലിലാണോ നമുക്ക് നമ്മളെ തന്നെ അടിപൊളിയാണ്, അട്രാക്ഷനാണ് എന്ന് തോന്നുന്നത്, അങ്ങനൊരു സാധനം സെലക്ട് ചെയ്യുക. ബ്രൈഡ് മാത്രം അടിപൊളിയായ പോലെ ടീം ബ്രൈഡും സെറ്റാവണം. ലോ ബഡ്ജറ്റിൽ തന്നെ നമുക്കൊരു എലഗൻറ്റ് ലുക്ക് പിടിക്കണം. അതാണ് എൻ്റെ മൈൻഡ്. മേക്കപ്പിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല, അതൊരു ലക്കാണ്. എൻ്റെ ഡ്രസ്സ് സെറ്റായിട്ട് മേക്കപ്പിലാണ് എനിക്ക് പണി കിട്ടുന്നതെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സംഭവം നേരെ ഉൾട്ടയായി. മേക്കപ്പ് കൊളാക്കി കഴിഞ്ഞാൽ നമുക്കത് തൂത്തെങ്കിലും കളയാം. പക്ഷേ ഇത് കോസ്റ്റ്യൂം കൊളാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡൗൺ ആയി പോകും. അതുകൊണ്ട് സ്റ്റിച്ചിങ് നമുക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള ആൾക്കാരിലേ കൊടുക്കാവുള്ളൂ. പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെൻറ്റ്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം നമ്മൾ പരിപാടി ചെറിയ രീതിയിലാണ് നടത്തിയത്. കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തത് ഫോട്ടോഗ്രാഫിയിലാണ്. ഇനി കല്യാണ സീസൺസ് വരികയാണ്. എൻ്റെ ഈ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ.